قال النبي صلى الله عليه وسلم مررت ليلة أسري بي برجل ഇസ്രാഇന്റെ രാത്രിയിൽ ഞാനൊരു മനുഷ്യന്റെ അരികിലൂടെ നടന്നുപോയി. ആ മനുഷ്യൻ അർശിന്റെ പ്രകാശം കൊണ്ടിങ്ങനെ മറക്കപ്പെട്ട നിലയിൽ ആ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് ഒരാളെ കണ്ടു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അരികിലൂടെ ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ നടന്നുപോയി. അള്ളാഹുവിന്റെ ഹബീബ് പറയാ അല്ലെ, അർശിന്റെ ഭാഗത്ത് ഒരാൾക്ക് നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ഭാഗ്യമാണത്. അതൊക്കെ വലിയ ബഹുമാനവും ആദരവും ഉള്ള ആളുകളാണ് അവിടെ നിൽക്കുക അർശിന്റെ ഭാഗത്ത്. അർശിന്റെ തണൽ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ അർശിന്റെ പ്രകാശം കൊണ്ടിങ്ങനെ പ്രകാശിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ, അയാളുടെ അരികിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ രാത്രിയിൽ നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഈ മനുഷ്യൻ, ഇവിടെ നിൽക്കുന്ന വ്യക്തി ആരാണ്? ഹാദാ മലക്കുൻ, ഇത് മലക്കാണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരാളാണോ ഈ നിൽക്കുന്നത്? ആരാണെന്ന് ചോദിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മറുപടി കിട്ടില്ല, ഇത് മലക്കല്ല നബിയേ. ഖുൽതു നബിയുൻ, പിന്നെ ആരാണ്? ഇത് വല്ല നബിയാണോ? നബിമാരിൽപ്പെട്ട വല്ല ആളുമാണോ ഈ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്നത്? അപ്പോഴും പറഞ്ഞില്ല, ഇതും നബിയല്ല, ഇത് മലക്കല്ല, ഒരു നബിയുമല്ല. മൻഹുവ, പിന്നെ ആരാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ? ആരാണ് ഈ വലിയ ഭാഗ്യം കിട്ടിയ വ്യക്തി? ആരാണെന്ന് ചോദിച്ചപ്പോൾ നബിയോടതാ മറുപടി പറയുന്നു, ഹാദാ റജുലുൻ, ഇതൊരു മനുഷ്യനാണ്, ഇത് നബിയല്ല, മലക്കല്ല, മറിച്ച് ഇതൊരു സാധാരണ മനുഷ്യനാണ്. ഈ മനുഷ്യന് അർശിന്റെ പ്രകാശത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ കാരണമെന്തെന്നോ, കാന ഫിദ്ദുനിയാ ലിസാനുഹു റത്ബും മിൻ ദിക്രില്ലാഹ്. ദുനിയാവിൽ ഈ മനുഷ്യൻ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാവുണ്ടല്ലോ, അള്ളാഹുവിന് ദിക്റ് ചൊല്ലിക്കൊണ്ട് എപ്പോഴും നനഞ്ഞ പച്ച പിടിച്ച നാവായിരുന്നു, എപ്പോഴും ദിക്റ് ചൊല്ലിയിരുന്ന മനുഷ്യനാ. രണ്ടാമത്തത്, ഈ മനുഷ്യന്റെ പ്രത്യേകത ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി കൊണ്ട് ഹൃദയം ഏത് സമയത്തും ബന്ധപ്പെട്ട മനുഷ്യനാണ്, പള്ളിയുമായി കൊണ്ട് അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യനാണ്. മൂന്നാമത്തത് വലം യസ്തസിബ്ബ ലിവാലിദൈ, തന്റെ മാതാപിതാക്കളെ ഈ മനുഷ്യൻ ചീത്ത പറഞ്ഞിട്ടില്ല, തന്റെ ഉമ്മാനെയും തന്റെ ഉപ്പായും ഒരിക്കലും ഇദ്ദേഹം വെറുപ്പിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല. ഈ 3 ഗുണങ്ങൾ, വിശേഷണങ്ങൾ ജീവിതത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അർശിന്റെ പ്രകാശം കൊണ്ട് മറക്കപ്പെട്ട നിലയിൽ ഇവിടെ നിൽക്കാൻ ഈ മനുഷ്യന് സാധിച്ചതെന്ന് അല്ലാഹുവിന്റെ ഹബീബിനതാ മറുപടി ലഭിക്കുന്നു. അല്ലാഹു